അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇപ്പോഴാണ് മനസ്സിലാവണത്. കാരണം മിണ്ടി പറയാൻ അധികം ആൾക്കാർ ആരും ഇല്ലല്ലോ, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് മസാല ഐറ്റംസ് ഉണ്ട്, ഇതാ എടുത്ത് കഴിക്കൂ. ഞാൻ കുറച്ച് നേരം വർക്കിലായപ്പോൾ ആ നേരം കൊണ്ട് അമ്മ ഉണ്ടാക്കിയതാ, എന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ടിട്ട്. പാവം ദയ ക്ഷീണിച്ച് വന്നിരിക്കുന്നു. നോക്കി, വെള്ളം കുറവാണോ ഒരു സംശയം. പച്ചക്കറിയൊക്കെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ടോന്നു. വെള്ളം കുറവാണോ സംശയമുണ്ട്. എണ്ണ കഴിഞ്ഞിരിക്കുകയാണ്, വെളിച്ചെണ്ണ. ഞാനത് വാങ്ങാൻ മറന്നു. അതുകൂടി ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം, അമ്മുവിൻ്റെ അവിടെ വീട്ടിൽ. അത് ചേർത്തിട്ട് വളാഞ്ചേരി പോയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇത്രയൊക്കെ ദൂരം? അത്രയൊക്കെ ദൂരമൊന്നുമില്ല. കിട്ടി എന്നാ ദൂരം തട്ടത്. എന്തായാലും ലേശം പുളിക്കുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ദിവസം ഒറ്റയ്ക്കാണ്, അമ്മുമില്ല, കുട്ടിയില്ല, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഇത് ഇന്നത്തെ മാത്രം അവസ്ഥയല്ല, അടുത്ത ജൂൺ മാസം വരുന്നവരേക്ക്, സ്കൂൾ തുറക്കുന്നവരേക്ക് അമ്മും കുട്ടിയെല്ലാം അവിടെ അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇവിടെ അമ്പാടിയിൽ ഞാനും അമ്മയും മാത്രം. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് വെക്കേഷൻ ആവുന്ന സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ദോശ പരിപാടിയിലേക്ക് തിരികെയാണ്. ചെറുപയർ ദോശ, അമ്മയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കട്ടെ. അമ്മയുടെ പരിപാടിയാണ് ഇപ്പോൾ ഉള്ളി അരിയത്. ഞാൻ ഉള്ളി ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ, പറഞ്ഞാൽ കേൾക്കണ്ടേ. ഉള്ളി ചമ്മന്തിയാ? അല്ല, ഇന്ന് ചോറ് വെക്കണോ? വേണോ? അത് ദോശ കൂട്ടി കഴിച്ചു കൂട്ടണോ? ഇവിടെ കുട്ടി അമ്മൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആകെയുള്ള പരിപാടി ഇങ്ങനെയുള്ള ദോശയും ചട്നിയൊക്കെ കൂട്ടി നമ്മളാണ് കഴിക്കും. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, ഞാൻ ദോശ കഴിക്കുന്ന ആളല്ലേ. ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേ. എന്നാ വെക്കാം. ശരി, കുറച്ചുകൂടി എടുത്തോ. എത്ര ഉള്ളിയുണ്ട്? വേണേ ഞാൻ കൊണ്ടുതരാം, എടുത്തോ. ഉണ്ടോ? ആ, എന്നാ പിന്നെന്താ. ഉള്ളി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ലേശം മുളകൊക്കെ ചേർത്തിട്ട് ഇനി ഇത് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കണം. ഇന്നലെ ഈ വെള്ള സോസ് നിങ്ങൾ കഴുകി വെച്ചിരുന്നോ? കഴുകി വെച്ചെന്നാലേ. ആ, അതാണ് ഞാൻ നോക്കുന്ന സമയത്ത് നല്ല എന്തുമാരുണ്ടായിരുന്നറിയാം. അത് നല്ലോണം ബ്രഷ് എടുത്തിട്ട് വരച്ചു വിട്ടതാ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് നല്ല ഉജാല മുക്കിയ പോലെ ഉണ്ട്. കണ്ടാ, നല്ല ഉജാല മുക്കിയ പോലെ. ഈ കറുപ്പ് അതുപോലെ കഴുകണമായിരുന്നു. അതടിയത് ഇതവളുടെ UKG LKG അതിനകത്തുള്ള 2 കറുപ്പും വെള്ളയും കൊള്ളില്ല. ഈ സൈഡത്തെ വെള്ള കൊള്ളില്ല. ഇത് നോക്കിയിട്ട് വലിയ കാലായി. ആള് വലിപ്പം വെക്കുന്നുണ്ട്. വലിപ്പം വെക്കണ്ടേ? എന്നെ മോട്ടായാ മതിയോ? അപ്പൊ പുതിയത് കറുപ്പും വെള്ളയാണ്. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. അതാ കഴുകാനുള്ളതാ. അത് കഴുകാതെ വേറെ ഇട്ടേക്ക്. വെള്ളത്തില് സോപ്പ് വെള്ളത്തിലിട്ടാ ശരിയായിക്കോളൂ അല്ലേ? കറുപ്പല്ലേ മേലെ ഇരിക്കണത്. ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് മസാല ഐറ്റംസ് ഉണ്ട്, ഇതാ എടുത്ത് കഴിക്കൂ. 10 മണിയാവറായി, 10 മിനിറ്റ് കഴിക്കാൻ തുടങ്ങട്ടെ. ദോശ, ഉള്ളി ചമ്മന്തി. ഇന്ന് സാമ്പാർ ഉണ്ടാക്കണം. കുറേ ദിവസമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓടിക്കുകയായിരുന്നു. അപ്പം അമ്മ പോയി. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം. ഇനി 2-3 ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് ഓടിക്കാം. ദിവസം ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. എവിടെ സാധനങ്ങളൊക്കെ? ഞാൻ തുടങ്ങട്ടെ പരിപാടി. സാമ്പാർ പരിപാടി തുടങ്ങട്ടെ. ഇതെന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തോ കാര്യപ്പെട്ട സാധനമാണല്ലോ. ഓ, കോവയ്ക്കൊപ്പേരി ഉണ്ടാക്കിയോ? ആ, അത് പൊളിച്ചു. നിങ്ങൾ എങ്ങനെ വയ്യാത്തോടത്ത് ഉണ്ടാക്കിയേ? ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുകളിലായിരുന്നു കുറച്ചു നേരം. ഇനി സമാധാനമായിട്ട് സാമ്പാറും കൂട്ടി കഴിക്കാം. അത്യാവശ്യ സാധനങ്ങൾ ഉപ്പേരിയൊക്കെ അമ്മേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വർക്കിലായപ്പോൾ ആ നേരം കൊണ്ട് അമ്മ ഉണ്ടാക്കിയതാ, എന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ടിട്ട്. പാവം ദയ ക്ഷീണിച്ച് വന്നിരിക്കുന്നു. നോക്കി, ടയേർഡായിട്ടോ അടുക്കള കയറിയിട്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യും ഒക്കെ ഞാൻ ചെയ്യും. എനിക്കിപ്പോ വയ്യ. ഇടങ്ങറ പണിയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കണേ? എന്താ വേണ്ട, സാരല്ല, പോണത്തോളം പോട്ടെ. ഈ വെണ്ടയ്ക്ക് ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് എടുക്കണം. ഇത് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടങ്ങനെ സാമ്പാറിൽ ഇങ്ങനെ കുഴന്ന് കിടക്കില്ല. അങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും, നല്ല ബലത്തോടു കൂടി കിടക്കും. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. നേരെ സാമ്പാർ ഉണ്ടാക്കണം. അപ്പം നമുക്ക്
സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം കാണാം. അല്ലേ, പാവക്കുട്ടിക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നാനക്ക് വേണ്ട, നാനക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നാണക്ക് നാനക്ക് പറഞ്ഞിട്ട് അവസാനം നാനക്ക് നായിക്ക് പൂച്ചയ്ക്ക് പറഞ്ഞിട്ട് ഞങ്ങള് കളിയൊക്കെ തുടങ്ങിയ ശേഷം ഇപ്പൊ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. എനിക്ക് വേണ്ട, എനിക്ക് വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ നാനക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കില്ലേ, നായിക്കുന്നത് പുറത്തേക്ക് ഞങ്ങള് കളിയാക്കും. കേൾക്കണവർക്കും അങ്ങനെ തന്നെ ചെറിയ മാറ്റമുണ്ട്. എന്നാലും ഇടയ്ക്ക് വയല് വരും. അത് പറഞ്ഞു വരിക. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാവാറായി. സാമ്പാർ അവസാന മെനുക്ക് പണിയിലേക്ക് എത്തി. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി വെക്കാം. വെള്ളം കുറവാണോ ഒരു സംശയം. പച്ചക്കറിയൊക്കെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ടോന്നു. വെള്ളം കുറവാണോ സംശയമുണ്ട്. പച്ചക്കറി കൂടിപ്പോയോന്ന്. ഇപ്പൊ തിളക്കേണ്ടതിന്റെ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവോ? ഞാൻ വ്ളോഗ് എടുക്കുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. മൊബൈലിലാണ്, എന്നാലും ഇതേ ഇവിടെ വെളിച്ചത്തിൽ കാണിച്ചു തരാം. കണ്ടോ, ഈ ക്യാമറയുടെ മുകളിൽ തന്നെ ഒരു ലെൻസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ, അതിൻ്റെ മുകളിൽ പിടിക്കാനായിട്ട് ഒരു ചെറിയ പിടി സെറ്റപ്പായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പിടിക്കും. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ സെറ്റപ്പ്. കണ്ടോ, ഇതിനകത്തൊരു ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അഡീഷണൽ ലെൻസ് നമ്മൾ ആഡ് ചെയ്തതാണ്. എങ്കിൽ മാത്രമേ കുറച്ച് വൈഡായിട്ട് കാണുള്ളൂ. കാരണം ഇതൊരു പഴയ മൊബൈലായതുകൊണ്ട് വൈഡായിട്ട് വെക്കാൻ നമ്മൾ ഒരു 5000 രൂപയുടെ ലെൻസ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ലെൻസ് ഇതിൻ്റെ മുകളിൽ വെച്ചാലുള്ള കുഴപ്പം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് അവിടെ ഇവിടെ വെക്കുന്ന സമയത്ത് ഒന്ന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ എല്ലാം ബ്ലറായിരിക്കും. നമ്മളെടുത്ത കണ്ടൻറ്റ് മൊത്തം വേസ്റ്റ് ആയിരിക്കും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. ഉണ്ടോ, ഇത് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മതി. ഒരു ക്ലിപ്പാണ്, അതിൻ്റെ മുകളിൽ ചുമ്മാ എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഏത് മൊബൈലിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചാലും വൃത്തിയായിട്ട് ഇരുന്നോളും. പക്ഷേ ഇളകരുത്, ഫോൺ ഇളകിയാൽ പോയി. ഇതാണ് കോവയ്ക്ക ഉപ്പേരി. ഇനി നമ്മുടെ മാങ്ങ അച്ചാർ. ഇതോ നമ്മുടെ സാമ്പാർ ഇരിക്കുന്നു. ഇതൊരു ഡവറയിലേക്ക് ആക്കണമല്ലോ, എങ്കിലല്ലേ കഴിക്കാൻ പറ്റൂ. ഇനി കഴിക്കാനുള്ള വഴി നോക്കട്ടെ. 2 മണിയാവാറായി, ഇനി വൈകിക്കണില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ലഞ്ച് എപ്പോഴും തെറ്റുകയാണല്ലോ. ഇതെന്താന്ന്, ചിക്കൻ്റെ പൊട്ടും പൊടി ഇനിയും ബാക്കിയുണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് കഴിക്കായിരുന്നില്ല ഞങ്ങൾക്ക്? പിന്നെ ഞാൻ എടുത്തൊന്നുമില്ല, ഞങ്ങളെടുത്തോ. അത്രേ ഉള്ളൂ, അത് നിൽക്കുന്നതിനേ ഉള്ളൂ, കഴിച്ചോ. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇതാ. അയ്യവാ, സാമ്പാറിൽ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ട് അമ്മ, ഇങ്ങോട്ട് പറയൂ. ലേശം ഉപ്പ് കൂടി വേണം. കോവക്കപ്പേരി എന്താ പാട്? സാമ്പാർ ഒരു പരിധി വരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. എണ്ണ കഴിഞ്ഞിരിക്കുകയാണ്, വെളിച്ചെണ്ണ. ഞാനത് വാങ്ങാൻ മറന്നു. അതുകൂടി ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ഓക്കെ ഉപ്പിട്ടപ്പോൾ ഒന്ന് അഡ്ജസ്റ്റഡ് ആയി, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി. ശരിക്കുള്ളൊരു ടേസ്റ്റിലെത്തി വെച്ചാൽ എത്തിയിട്ടില്ല. എത്തിക്കണം. സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നിട്ടില്ല എന്ന്. വെളിച്ചെണ്ണ ഞാൻ എങ്ങനെ മറന്നെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. വാങ്ങണമായിരുന്നു. ഇന്ന് വൈകുന്നേരം പോയിട്ട് വാങ്ങണം. പുറത്തിറങ്ങാൻ വയ്യ, പൊരിഞ്ഞ വെയിലപ്പോൾ. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അമ്മുവിൻ്റെ അവിടെ വീട്ടിൽ. അമ്മ പറഞ്ഞിരുന്നു അത്ര വ്ളോഗ് കണ്ടതിന് ശേഷം ഉണ്ണി ഉണ്ടാക്കണ ചിക്കൻ കറി കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. വ്ളോഗിൽ കണ്ടതിൽ നല്ല ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് തോന്നി, അപ്പോൾ കഴിക്കണം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ഒരുപാട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല. ഒരു പരീക്ഷണാർത്ഥം അങ്ങനെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് റീസെൻ്റ്ലി ഉണ്ടാക്കിയതൊക്കെ. എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അങ്ങനെ നമ്മൾ കൊടുക്കണം എന്ന് കരുതിയിട്ട് ഉണ്ടാക്കുന്ന സാധനം ചിലപ്പോൾ കൊളാവും ചെയ്യും, അതേ രസം. എന്നാൽ കാഷ്വലായിട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നന്നാവും ചെയ്യും. നിങ്ങൾക്കും അതുപോലെ അനുഭവം ഉണ്ടായിട്ടില്ലേ? മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കർട്ടനൊന്ന് മടക്കി വെക്കുന്ന പരിപാടിയിലാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പുറത്തൊന്ന് പോകാനുണ്ട്. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു മൈൻഡ് വേവ്സിന് വേണ്ടിയിട്ടുള്ള. ഇനി നമുക്കൊന്ന് പുറത്ത് പോകണം, വെളിച്ചെണ്ണ കൊണ്ടുവരണം. സാമ്പാറിൽ പോലും ഒഴിക്കാൻ ഉണ്ടായിരുന്നില്ല, സാധനം ഞാൻ പറ്റ മറന്നു. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഇത്രയും നേരം വർക്കിലായിരുന്നു, ഷൂട്ടിങ്ങിലായിരുന്നു. എല്ലാ പരിപാടിയും തീരുമാനമായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ വന്നിട്ട് എഡിറ്റ് ചെയ്യണം. അടുത്ത പണി കിടക്കുന്നുണ്ട്. കസ്റ്റമറിന് ചെയ്യാനുള്ള വർക്ക് ചെയ്തു അയച്ചു കൊടുത്തു. കുറച്ച് സമാധാനമായിട്ടുണ്ട്. അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇപ്പോഴാണ് മനസ്സിലാവണത്. കാരണം മിണ്ടി പറയാൻ അധികം ആൾക്കാർ ആരും ഇല്ലല്ലോ. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ.
ആ ഒരു മിസ്സിങ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടി പോയപ്പോൾ തന്നെ പകുതി പോയായിരുന്നു. ഇപ്പം അമ്മ കൂടി പോയപ്പോൾ അത് മുഴുവനായി. ഇനിയിപ്പോൾ ജൂൺ ആവണം, അവരൊക്കെ ഒന്ന് തിരിച്ചു വരണമെങ്കിൽ. ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മാഗിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അരി കഴിഞ്ഞിരുന്നോ നമ്മുടെ? ആ അപ്പം ഞാൻ മേടിച്ചത് കറക്റ്റാണ്. 1 കിലോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു അഡ്വാൻസ് ആയിട്ട് മേടിച്ചതാണ് ആ കാക്കി. പിന്നെ മാങ്ങ മേടിച്ചു. മാങ്ങ ആ മാമ്പഴം. ആ പഴുത്ത തന്നെ മാമ്പഴം മാങ്ങ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് എങ്ങനെയുണ്ടോ നോക്കട്ടെ, പുളിയുണ്ടോ മധുരമാണോ നോക്കാലോ. ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കിയതാ. നിങ്ങൾ ഏതായാലും പറഞ്ഞതല്ലേ മണി 7:30 മാങ്ങ വേണമെന്ന്. അത് ചേച്ചിട്ട് വളാഞ്ചേരി പോയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇത്രയൊക്കെ ദൂരം? അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. കിട്ടി എന്നാൽ ദൂരം തട്ട് തിന്നട്ടെ. ഞാനേ ദോശ ഉണ്ടാക്കട്ടെ. ആ നേരെ അത്രയായി വന്ന് പോയാൽ നമുക്കൂടെ. നിങ്ങൾക്ക് കേരള പപ്പടം മേടിച്ചിട്ടുണ്ട്. എവിടെ പോയിണ്ടാവും ഇപ്പൊ? അതിന് ഇറങ്ങിയിട്ട് വരണ്ടേ? നിങ്ങൾ വിളിച്ച് ശല്യം ചെയ്താൽ കാര്യം നടക്കുമോ? പുറത്തേക്കാണ്ട് പോയ പേടിയാ. പിന്നെ എന്താണാവോ അറിയില്ല, ഭയങ്കര പേടിയുണ്ട് ഇപ്പൊ. അങ്ങനെ മാഗി കുറെ സാധനങ്ങളുണ്ട്. ശരി, എന്നാ ഞാൻ ഒന്നായിട്ട് തുടങ്ങട്ടെ, ദോശപ്പണി തുടങ്ങട്ടെ. എന്താ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ എങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ. ഈ മാങ്ങ 4 കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാവുന്ന തോന്നണേ? 2 കിലോ മാങ്ങ ഇപ്പൊ ഈ കാണുന്നത്. ഓരോന്ന് 1/2 കിലോന്റെ അടുത്ത് തൂങ്ങണുണ്ട്. നല്ല വലിപ്പമുണ്ട്. പുളിയില്ലാണ്ട് മധുരം ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പൊ അതാണ് ആഗ്രഹം. അല്ലെങ്കിൽ ആകെ കൊളാവും ഇപ്പൊ മേടിച്ചത്. പൊളിച്ച് തിന്നണ്ടായിരുന്നു. ഇത് 2 പഴുക്കണുള്ളൂ തോന്നുന്നുണ്ട്. ഇത് ഏകദേശം ആയമട്ടുണ്ട്. ഇത് എടുക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ലേശം പുളിക്കുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ മറ്റേ കെമിക്കൽ വെച്ച് പഴുപ്പിക്കണതാണ്. അല്ലാണ്ട് തനിയെ ഇപ്പൊക്കെ കെമിക്കലുണ്ട്. അതിന് സാധനം വാങ്ങിക്കാണ്ട് കാൽസ്യം കാർബൈഡോ എന്തൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ടാ ഇത് ചെയ്യുന്നത്. എങ്ങനെയായാലും പഴുക്കാൻ മതി. പക്ഷെ പഴുത്തിട്ട് ഒരുമാതിരി ടേസ്റ്റ് ഇല്ലാണ്ടാവും. തനിയെ പഴുക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് പഴുക്കുമല്ലോ. സമയം എടുത്ത് പഴുക്കുന്ന സമയത്ത് മധുരം കൂടും. അത് ഇത്തിരി വലുതാ. ഇവിടെ ലേശം ഒരു പച്ചക്കളർ കാണാനുണ്ട്. അപ്പൊ അതുകൊണ്ട് മാങ്ങ മുറിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. എന്താ പരുവം? വരച്ച് നോക്കിയോ? വെച്ചോക്ക്. എനിക്കോ? നമുക്ക് മധുരം ഉണ്ടാവില്ല. മധുരം വേണ്ടാത്ത ആളല്ലേ. അങ്ങനുണ്ട്. പുളിയുണ്ടോ? വലിയ പുളിയൊന്നുമില്ല. ഇതിട്ട് തിന്നാ പോരാ. മധുരമില്ല. എന്താ അങ്ങനെ തീരെ മധുരമില്ല. മധുരമില്ലേ? മാങ്ങയല്ലേ പറയുമ്പോ അത് രസമുണ്ട്. വലിയ മധുരമില്ല, വലിയ പുളിയില്ല. ഓക്കെ ഒരു ഓക്കെ കണ്ടീഷനാ. അത്ര സൂപ്പറല്ല, പക്ഷെ ഓക്കെ. ചേച്ചിയുടെ അവിടുന്ന് കൊണ്ടുവന്നില്ലേ പണ്ട്? കിടച്ചുകൊണ്ട മാമ്പഴം. ആ സാധനം കിട്ടൂല. എന്താ അതൊക്കെ അതിന് നാട്ടിൽ പോണം. അയ്യടാ, ആ മാങ്ങ ഒന്ന് കിട്ടിയാൽ ഞാനത് എങ്ങനെയെങ്കിലും ജീവൻ കളഞ്ഞ് ഉണ്ടാക്കാൻ നോക്കും. അത്രയ്ക്ക് ഇഷ്ടമായി. അതിന് ആ സാധനത്തിന്റെ കുരു ഇത് എവിടെ നിന്ന് കിട്ടാനാ? അണ്ടി എവിടെ നിന്ന് കിട്ടാനാ? അത് കിട്ടണം. ഇപ്പൊ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കി പൂക്കലായിട്ട് വന്നോന്നോ. എന്താ മാങ്ങ അതെ കണ്ടാല് ഉണ്ടാവില്ല ആർക്കറിയാം. ഞാനേ മാഗി ഉണ്ടാക്കട്ടെ. അവിടെ വെള്ളം വെച്ചിട്ടാ വന്നിരിക്കണം. ഉണ്ടാക്കി കണ്ടായി. അപ്പൊ മാഗി ഇതാ റെഡിയായി. ഇനി കഴിക്കുക. മാഗി അതേപോലെ തന്നെ മാമ്പഴം കഴിക്കല്ലേ. ഞാൻ ആരെയാ കാത്തിരിക്കണേ? നല്ല ചൂടാണല്ലോ. ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വ്ളോഗിലേ പറയണതൊന്നും കേൾക്കില്ല. അതിൻ്റെ മുഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ല ചൂടാണല്ലോ. ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. ഞാൻ അധികം മസാല വേറെ ഇട്ടിരുന്നു. അവർ തരുന്ന മസാലേൻ്റെ ഇത് പോരാണ്ട് ഞാൻ എക്സ്ട്രാ മസാല ഇട്ടതാ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നിങ്ങൾ കഴിച്ചു നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. വലിയ എരിവില്ല. ഇടയ്ക്ക് ഓരോ മാങ്ങ കഷ്ണം കഴിക്കുക. ഉള്ളിച്ചമ്മന്തിയോ മാഗിയിലേക്കോ? ഉള്ളിച്ചമ്മന്തി വേണോ മാഗിയിലേക്ക് എന്ന് ഇങ്ങനെ ചോദിക്കുന്നവരെ അമ്മേനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യാതൊരു കോമ്പിനേഷൻ ബോധമില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ.
അപ്പോൾ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. മാഗി മാംഗോ, അമ്മില്ലാത്ത ഫസ്റ്റ് ദിവസം അതും കഴിഞ്ഞു. ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.